ഹലോ, ഹാപ്പി ഹോം മേക്കറിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ന്യൂ ഇയർ ആയിട്ട് അടിപൊളിയായിട്ടൊരു ഫ്രൈഡ് റൈസ് ആണ് ചെയ്തിരിക്കുന്നത്. ഹോട്ട് ആൻഡ് സോർ ചിക്കൻ ഫ്രൈഡ് റൈസ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൈഡ് റൈസ് ആണിത്. അപ്പോൾ വേഗം തന്നെ നമുക്ക് റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്കിന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ന്യൂ ഇയർ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഫ്രൈഡ് റൈസ് തയ്യാറാക്കാം. നമ്മൾ ഹോട്ട് ആൻഡ് സോർ ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബസ്മതി റൈസ് ആണ് എടുത്തേക്കുന്നത്. ഞാനിവിടെ ഇന്ത്യ ഗേറ്റിനെയാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ബസ്മതി റൈസ് ആയിരിക്കും കൂടുതൽ നന്നായിരിക്കും. ഞാനിവിടെ 2 കപ്പ് അരിക്കുള്ള അളവിലാണ് ചെയ്യുന്നത്. ഇനി സാധാരണ നമ്മൾ ഫ്രൈഡ് റൈസിന് റൈസ് വേവിക്കുന്നത് പോലെ കുറച്ച് ഓയിലും അതുപോലെ സോൾട്ട്, അതായത് ഉപ്പും ചേർത്ത് ആണ് സാധാരണ വേവിക്കാറ്. ഇതിലേക്ക് ആ ഒരു അരി വേവിക്കുന്നതിന്റെ കൂട്ടത്തിൽ കൂടെ 2 ടീസ്പൂൺ സോയാബീൻ സോസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു പച്ചമുളകും കൂടെ ചേർത്തിട്ടാണ് ഞാൻ കുക്ക് ചെയ്തെടുത്തേക്കുന്നത്. നിങ്ങൾക്ക് പച്ചമുളകിന് പകരം കുറച്ച് പെപ്പർ പൗഡറും വേണമെങ്കിലും യൂസ് ചെയ്യാം. അതായത് സാധാരണയിൽ വിട്ടിട്ട് നമ്മുടെ റൈസിന് ഒരല്പം സോയാ സോസിന്റെ ടേസ്റ്റും അതുപോലെ ഉപ്പും അതുപോലെ തന്നെ ഒരല്പം സ്പൈസിനെസ്സും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പെപ്പർ പൗഡർ ചേർത്തേക്കുന്നത്. നമ്മൾ ഉണ്ടാക്കുന്നത് ഹോട്ട് ആൻഡ് സോർ ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ്. അപ്പോൾ ഈ ഒരു റൈസ് നമുക്ക് കുക്ക് ചെയ്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ റൈസ് ഇവിടെ കുക്ക് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഓൾറെഡി ഞാൻ കുക്ക് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്നതാണ്. നമ്മൾ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട് റൈസ് കുക്ക് ചെയ്യുമ്പോൾ തലേ ദിവസം കുക്ക് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ, അതല്ലെങ്കിൽ വളരെ നേരത്തെ തന്നെ കുക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ആ അരി നല്ലതുപോലെ, അതായത് റൈസ് നല്ലതുപോലെ തണുത്ത് ഒലർന്നു കിടക്കും. അതുപോലെ ഒരുപാട് കുക്കാവാനും പാടില്ല. ഇനി ചിലർക്ക് എന്തൊക്കെ പറഞ്ഞാലും റൈസ് അല്പം വെന്തിട്ട് വേണം. അപ്പോൾ ഉടങ്ങി പോകാതിരിക്കാനും കൂടി ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. ഞാനിവിടെ നേരത്തെ പറഞ്ഞതുപോലെ പച്ചമുളകാണ് ഒരു അല്പം എരിവിന് വേണ്ടിയിട്ട് ചേർത്തേക്കുന്നത്. നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഒരെണ്ണാണ് ചേർത്തേക്കുന്നത്. അത് ഊറ്റി റൈസൊക്കെ നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മാറ്റി വെക്കാം. ഇനി ബാക്കി നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ ഇതിൽ ആഡ് ചെയ്യാനുണ്ട്. അതും കൂടെ കട്ട് ചെയ്തൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണം. ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1 ടീസ്പൂൺ സോയാബീൻ സോസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വിനീഗർ, അതായത് വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നല്ല എരിവുള്ള ഒരു പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചില്ലി ഗാർലിക് സോസും യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷെ ഇങ്ങനെ ചേർക്കുമ്പോഴാണ് ആ ഒരു കറക്റ്റ് ഹോട്ട് ആൻഡ് സോറിന്റെ ആ ഒരു ടേസ്റ്റ് കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പൊ ഇതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഒരു അല്പം ഉപ്പ്, സോയാബീന്റെ ഉപ്പൊക്കെ നോക്കിയിട്ട്, സോയാ സോസിന്റെ ഉപ്പിന്റെ അളവൊക്കെ നോക്കിയിട്ട് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. നമ്മൾ ഓൾറെഡി റൈസ് വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു സോസിലും ഉപ്പ് ഉണ്ടായിരിക്കും. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ്, അതുപോലെ ബീൻസ്, കുറച്ച് ക്യാപ്സിക്കം കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. നീളത്തിൽ കട്ട് ചെയ്ത് വെക്കുന്നതാണ് കൂടുതൽ ഭംഗി. ഇനി ഇതിന്റെ കൂടെ നിങ്ങൾക്ക് മഷ്റൂം വേണമെങ്കിൽ ആഡ് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർക്കാം. ഞാനിവിടെ ചിക്കനിലാണ് ചെയ്യുന്നത്, അതുകൊണ്ട് കുറച്ച് വെജിറ്റബിൾസ് മാത്രമാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ചിക്കന്റെ കാര്യങ്ങളും കൂടെ ചെയ്യാം. ചിക്കൻ ഒന്ന് കുക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതിലേക്ക് വേണ്ട മെയിൻ ഒരു ഇൻഗ്രീഡിയന്റിന്റെ കാര്യം നമ്മൾ മറന്നു, അതായത് ഗാർലിക്. ഇതാണ് ഒരു ഫ്രൈഡ് റൈസിന്റെ ഏറ്റവും വലിയൊരു ടേസ്റ്റ് മേക്കർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 2 വലിയ ഗാർലിക്കാണ് എടുത്തേക്കുന്നത്. അതും ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഒറിഗാനോ വേണം. വളരെ കുറച്ച് മാത്രം മതി. ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇത് ചേർക്കുമ്പോൾ കുറച്ചധികം നമുക്ക് ആ ഒരു ടേസ്റ്റ് ഒന്ന് എൻഹാൻസ് ചെയ്തിട്ട് വരും. ഇനി ബട്ടറിൽ തന്നെ ഇത് ഉണ്ടാക്കാം, അതല്ലെങ്കിൽ ഒലിവ് ഓയിലിൽ ഉണ്ടാക്കാം, അതല്ലെങ്കിൽ എണ്ണയിലും നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത്. ഏത് കുക്കിംഗ് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ ബട്ടറും അതുപോലെ തന്നെ ഒലിവ് ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്കിനി ചിക്കന്റെ കാര്യങ്ങളിലേക്ക് കിടക്കാം. ഇനി ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 ക്യൂബ് ബട്ടർ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഗാർലിക്ക് ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ, ചെറുതായിട്ട് കട്ട് ചെയ്ത ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. ചിക്കൻ കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ഇടാം, കുറച്ച് മതിയെങ്കിൽ അങ്ങനെ ചെയ്യാം.
അത് നല്ലതുപോലെ ഒന്ന് ആ വെള്ളമൊക്കെ വറ്റി നല്ലതുപോലെ കുക്കായിട്ട് വരണം. ചിക്കൻ ആയതുകൊണ്ടും നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തുകൊണ്ടും പെട്ടെന്ന് ആയിക്കോളും. ഇനി ഈ ചിക്കനിലേക്ക് നമുക്ക് പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം. ആ ഒരു ചിക്കൻ്റെ എരിവിന് വേണ്ട പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം. ഈ ഫ്രൈഡ് റൈസ് തന്നെ കുറച്ച് സ്പൈസിയാണ്, അതുകൊണ്ട് അത് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഈ ഒരു ചിക്കന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. നമ്മൾ ഓൾറെഡി റൈസിൽ ഉപ്പിട്ടിട്ടുണ്ട്, സോസിൽ ഉപ്പുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാനായിട്ട്. ഈ ഒരു കറക്റ്റ് ചിക്കൻ്റെ പാകത്തിലുള്ള ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇനി ചിക്കൻ ഒന്ന് വെന്ത് അതിലെ വെള്ളം നല്ലതുപോലെ ഒന്ന് വറ്റട്ടെ, എന്നിട്ട് കാണിക്കാം. ചിക്കൻ ഇവിടെ കുക്കായിട്ടുണ്ട്. ചിക്കൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന വെജിറ്റബിൾസ് ഉണ്ടല്ലോ, അതൊക്കെ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന സോസ് ഉണ്ടല്ലോ, അത് കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോഴല്ലേ ആ ഒരു കഷ്ണത്തിലേക്കൊക്കെ അതിൻ്റെ ആ ഒരു ഫ്ലേവർ കറക്റ്റ് കിട്ടുള്ളൂ. പകുതിയോളം നമ്മൾ ഒഴിച്ചു കൊടുത്തു. നല്ലതുപോലെ മിക്സ് ചെയ്യാം. പച്ചക്കറികൾ വെന്ത് കുഴഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ സോസ് ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ബ്ലെൻഡ് ആയാൽ മാത്രം മതി. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന, അതായത് കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന റൈസ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഫ്രൈഡ് റൈസ് ചെയ്യുമ്പോൾ ഒരുപാട് ചെയ്ത് വെക്കാതെ ആവശ്യമുള്ളത് മാത്രം അപ്പോൾ ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ റൈസ് ചേർക്കുന്നതിന് മുമ്പ് ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കേണ്ടതായിരുന്നു. അതുകൊണ്ട് ഞാനിവിടെ സൈഡിലോട്ട് ഒരു 2-3 ടീസ്പൂണോളം ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. അപ്പോൾ അതിനു മുമ്പായിട്ട് ഒരല്പം ഒറിഗാനോ മുകളിൽ വിതറി കൊടുക്കുന്നുണ്ട്. കുറച്ച് പെപ്പർ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം ഗരം മസാല, വളരെ കുറച്ച് മാത്രം മതി. ആ ഒരു ഫ്ലേവർ ഒട്ടും മുൻപിലേക്ക് വരരുത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന സോസ് ബാക്കിയുണ്ടല്ലോ, അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇതൊക്കെ നല്ല നല്ല സ്പീഡിൽ ചെയ്യേണ്ട കാര്യങ്ങളാട്ടോ. നമ്മൾ ഫ്രൈഡ് റൈസ് അല്ലെങ്കിൽ അങ്ങനത്തെ ചൈനീസ് ഡിഷസ് ഒക്കെ ചെയ്യുമ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ പെട്ടെന്നാണ് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അതായത് നമ്മൾ മുകളിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള സംഭവങ്ങളും അതുപോലെ താഴെയുള്ള നമ്മുടെ ചിക്കനും വെജിറ്റബിൾസും ഒക്കെ കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. രണ്ട് തവ ഉപയോഗിച്ചിട്ട് മുകളിൽ നിന്ന് താഴേക്ക് മറിച്ചിടുന്ന രീതിയിൽ ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് മിക്സ് ആയിക്കോളും. ഞാനിപ്പോൾ ഇത് ഷൂട്ട് ടൈം കൂടെ ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് സെലറി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ ഹോട്ട് ആൻഡ് സോർ സൂപ്പൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ നമുക്ക് മനസ്സിലാവും, സാധാരണയിൽ വിട്ടിട്ട് അതിനൊരു പ്രത്യേക ഒരു അലരപ്പും പുളിയും അതുപോലെ നല്ല സ്പൈസിനെസ് ഒക്കെ ഫീൽ ചെയ്യില്ലേ, ആ ഒരു ഫ്ലേവറിലാണ് നമ്മുടെ ഈ ഒരു ഫ്രൈഡ് റൈസ് കിട്ടേണ്ടത്. അതുപോലെ സാധാരണ ഫ്രൈഡ് റൈസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ഇതിലേക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹോട്ട് ആൻഡ് സോർ ചിക്കൻ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വളരെ സിമ്പിൾ ആയിട്ടുള്ള പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഹോട്ട് ആൻഡ് സോർ ചിക്കൻ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ ഈ സിമ്പിൾ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ ഓഫ് മൈ ഫാമിലി.